മലയാളത്തിലെ എക്കാലത്തെ മികച്ച ബ്ലോക്ക് ബസ്റ്ററിലൊന്നായ പ്രേമം റിലീസായിട്ട് ഇന്നേക്ക് 10ാമത്തെ വർഷമാണ്. മെയ് 29-നാണ് പ്രേമം റിലീസായത്. ഇന്നേക്ക് 10 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിവിൻ പോളി എന്നൊരു ആക്ടർ വേറെ ലെവലിലേക്ക് മാറിയിരിക്കുന്ന ഒരു ഫിലിമാണ്. ഈ ഒറ്റ പടം കൊണ്ട് നിവിൻ പോളി എന്താ പറയുക പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് മാറിയൊരു ഫിലിമാണ്. അതേപോലെ ഈ 2015 മെയ് മാസം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു വർഷമാണ്. 2015 മെയ് 17-നാണ് എൻ്റെ കല്യാണം നടന്നത്. അതേപോലെ മെയ് 29-നാണ് പ്രേമം റിലീസായത്. അപ്പോൾ പ്രേമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൽഫോൺസ് പുത്രൻ എന്ന് പറഞ്ഞ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഫിലിമാണ്. അതേപോലെ നിവിൻ പോളി, അതേപോലെ അനുപമ പരമേശ്വരൻ, സായ് പല്ലവി, ഷറഫുദ്ദീൻ, മഡോണ സെബാസ്റ്റ്യൻ, അൽഫോൺസ് പുത്രനാണ് ഡയറക്ടർ, കൃഷ്ണ ശങ്കർ, സിജു വിൽസൺ. ഇങ്ങനെ മലയാളത്തിലേക്ക് ഒരുപാട് നടന്മാർ ഈ ഒരൊറ്റ ഫിലിം കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രേമ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2015 പ്രേമം ഉണ്ടാക്കിയിരിക്കുന്ന ഓളം ചില്ലറൊന്നുമല്ല. അപ്പം എന്താ പറയുക, കോമഡി ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, വേറൊരു ജോണറിൽ വന്നൊരു വെറൈറ്റി ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സമയം ആ 2015 കാലഘട്ടത്തിൽ ഏറ്റവും കലക്ഷൻ നേടിയൊരു പടം. അതേപോലെ മറ്റുള്ള ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്, തമിഴിലേക്ക് തെലുങ്കിലേക്കൊക്കെ റീമേക്ക് ചെയ്ത് കോളാക്കിയിട്ടുണ്ട്. നിവിൻ പോളി എന്ന ഒരു ആക്ടറെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പ്രേമം എന്ന മൂവിനെ കൊണ്ടാണ്. അത്രയും എന്താ പറയുക, അൽഫോൺസ് പുത്രൻ്റെ ഒരു മാജിക് തന്നെ പറയാൻ പറ്റും ഈ പ്രേമം. അപ്പോൾ 10ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോഴും പ്രേമം കാണാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അന്ന് 2015 OTT ഒന്നും സജീവമല്ലാന്ന് തോന്നുന്നു. OTT ഒക്കെ ആയിരുന്നെങ്കിൽ എന്താ പറയുക നന്നായിട്ട് തന്നെ കുറച്ചും കൂടെ കളക്ട് ചെയ്തിട്ട് പോകേണ്ട ഒരു മൂവിയായിരുന്നു. അപ്പോൾ അതേപോലെ സായ് പല്ലവിയാണ് ഇതിൻ്റെ അകത്ത് വെറൈറ്റി ഒരു റോൾ ചെയ്തിരുന്നത്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പോഴും ആൾക്കാർ മറക്കില്ല ഈ ഒരു ഫിലിം. പ്രേമം ഇപ്പം കണ്ടു കഴിഞ്ഞാലും TV യിൽ ആരും കാണും. അത്രയും എന്താ പറയുക ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഒരു ഫിലിമാണ് പ്രേമം. പിന്നെ അതിനുശേഷം അൽഫോൺസ് പുത്രൻ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മാജിക് വേറൊരു പടത്തിനും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ 10ാം വർഷം ആയിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പ്രേമം എന്താ പറയുക മനസ്സിൽ തന്നെ തട്ടി നിൽക്കുന്ന ഒരു പടമാണ്. അത്രയും ഓളം ഉണ്ടാക്കിയൊരു ഫിലിം മാത്രമല്ല, അൻവർ റഷീദ് എന്ന സംവിധായകൻ നിർമ്മാണം ചുമതല ഏറ്റെടുത്തൊരു ഫിലിം കൂടിയാണ് പ്രേമം. ഓക്കെ, അപ്പം 10ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 100 കോടി ക്ലബ്ബ് 200 കോടി ക്ലബ്ബ് എന്നൊക്കെ പറയും.